പ്രിയപ്പെട്ടവരെ, ഓർമ്മ വെച്ച നാൾ മുതൽ ഈ മെയ് 4-ാം തീയതി എന്ന ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് എൻ്റെ നേരെ അനിയത്തി രാജിയുടെ ജന്മദിനമാണ് എന്നതാണ്. അവൾ എന്നെക്കാൾ 2 വയസ്സിന് ഇളയതാണ്. അവൾ ജനിച്ചത് മെയ് മാസം 4-ാം തീയതിയാണ്. പക്ഷേ ആ മെയ് മാസം 4-ാം തീയതി എന്ന ഒരു ചിന്തയിൽ വലിയൊരു ട്വിസ്റ്റ് വരുന്നത് പിന്നീട് 2012-ലാണ്. 2012 മെയ് മാസം 4-ാം തീയതിയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് SFIയിലൂടെയും DYFIയിലൂടെയും എല്ലാം കടന്നു വന്ന, ഒറ്റയ്ക്ക് നിരായുധനായി നിർഭയനായി സഞ്ചരിച്ച സഖാവ് TP ചന്ദ്രശേഖരനെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ എന്ന് അവകാശപ്പെടുന്നവർ, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരാൽ കൊല ചെയ്യപ്പെട്ട ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം, എന്തായാലും കേരളത്തിലെങ്കിലും. അതാണ് TPയുടെ കൊലപാതകത്തിൽ മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് വല്ലാത്തൊരു വൈകാരികത അനുഭവപ്പെടാൻ കാരണം. ആ സമയത്ത് ഞാൻ ഖത്തറിലാണ്, ഞാൻ ഒറ്റയ്ക്കാണ് റൂമിലുള്ളത്. ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ലാപ്പിലാണ് ഈ ന്യൂസ് കാണുന്നത്, TV ഇല്ല. ലാപ്പ് എപ്പോഴും വെച്ചിട്ടുള്ള ന്യൂസുകൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുക ആ സമയത്ത്. അങ്ങനെ പ്രത്യേകിച്ചും ഇന്ത്യ വിഷൻ കാണാൻ കാരണം അന്ന് ഇന്ത്യ വിഷനിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ സമയത്ത് ഇന്ത്യ വിഷനിൽ പെട്ടെന്ന് TP ചന്ദ്രശേഖരന് വെട്ടേറ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രോള് വരുന്നു. അത് കഴിയുമ്പം വളരെ അതിവൈകാരികമായി നികേഷ് കുമാർ സ്റ്റുഡിയോയിലേക്ക് വരികയും ആ വിഷയത്തിൽ വളരെ വളരെ രൂക്ഷമായ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഞാൻ ആ സമയത്ത് തന്നെ ഞാനാണ് അന്ന് ഇവിടുത്തെ സമയം 10 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടുത്തെ സമയം എത്രയാണെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എന്നെക്കൊണ്ട് അറിയിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം ഞാൻ ആ സമയത്ത് അറിയിക്കുന്നു. പലരും ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ലൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതോട് കൂടിയിട്ടാണ് CPMുമായിട്ടുള്ള ഒരു ബന്ധം ഔദ്യോഗികമായി ഞാൻ വിച്ഛേദിക്കുന്നത്. CPMൻ്റെ ഖത്തറിലെ സംഘടനയായിരുന്ന സംസ്കൃതിയിൽ നിന്ന് ഞാൻ രാജിവെച്ചു. അങ്ങനെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ വർഷം തന്നെ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഞാൻ പിന്നീട് ലീവിൽ പോന്നു. ഞാൻ ഈ TPയുടെ കൊലപാതകത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ആനുവൽ ലീവായിരുന്നു. ഒക്കെ ആ കമ്പനിയുടെ പ്രൊജക്റ്റ് കഴിഞ്ഞിരുന്നത് അമേരിക്കൻ കമ്പനിയായിരുന്നു, പ്രോപ്പർ ഏജൻസി, ഹൂസ്റ്റൺ ബേസ്ഡ് കമ്പനിയായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് ഈ സുഹൃത്തുക്കളെല്ലാം കൂടി ആലോചിച്ച് അവർ പറഞ്ഞു നമുക്കൊരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടാക്കാൻ നോക്കാൻ പറഞ്ഞല്ല, സഖാവ് വന്നതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പല തരത്തിൽ നിന്ന് പരസ്പരം പരിചിതമില്ലാത്ത ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചത്, അവർക്കിടെ ഒരു കോർഡിനേഷൻ്റെ പണിയെടുത്തത് ഞാനാണ്. അതിൽ പ്രിയപ്പെട്ട നിജോ പ്രേംസിംഗ് ഉൾപ്പെടെയുള്ള തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കേരളവർമ്മ കോളേജ് കേന്ദ്രീകരിച്ചിട്ടുള്ള പഴയകാല SFIക്കാർ, റിജു ഉൾപ്പെടെയുള്ളവരുടെ സുധി നിറം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ വടകര, ഒഞ്ചിയം ആ മേഖലകളിലുള്ള സഖാക്കൾ, മറിച്ച് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇതിലൊന്നും സജീവമായിട്ട് അങ്ങനെ അഗ്രസീവ് അല്ലെങ്കിലും ആക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഉള്ളിൽ സൂക്ഷിക്കുന്ന അച്ചുക്കെ പോലെയുള്ള ഷംസുക്കെ പോലെയുള്ള ആളുകൾ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം അഭിനമിക്കുന്ന എഴുത്തുകാരായിട്ടുള്ള നാസർ മാഷ്, അതേപോലെ തന്നെ റസാക്ക, റഫീഖ, സൂര്യൻ, CR മനോജ് എന്നാണ് പേര്, സൂര്യൻ, സുബീർക്ക, അങ്ങനെയുള്ള ആളുകൾ, ഇവരെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക ആലോചനകൾ നടക്കുകയും നവാസ് അവരെൻ്റെ റൂമിൽ വെച്ച് തന്നെയാണ് യോഗം ചേർന്നത്. ഞാനത് നാട്ടിലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരുടെ മുമ്പിൽ കണ്ടീഷൻ വെച്ച് പ്രസിഡൻ്റായിട്ട് നിജോയെ കൊണ്ടുവരണം. കാരണം ഈ പ്രദോഷേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ചുക്കാൻ പിടിക്കുന്നത്. പ്രദോഷേട്ടൻ ഒരുപാട് ഹിഡൻ അജണ്ടകളുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലെ ഒരു മാന്യനായ ഒരാൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നത് സുധീർ മാത്രമാണ്. നല്ല ഗായകനുമായിരുന്നു. സുധീറിൻ്റെ ജ്യേഷ്ഠനും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളുടെ സജീവമാണ്. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയതിന് ശേഷം നമ്മൾ 2012 ഈ കൊലപാതകം. 2013 മെയ് 4-ാം തീയതി അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടി സ്വീകരിക്കുന്നു. നക്സൽ അജിതയെ എത്തിക്കുന്നു. അജിത ചിരക്കൊരു സാന്നിധ്യം വളരെ ഹൃദ്യമായിരുന്നു. അത് ഫ്രണ്ട്സ് കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്ന ഖത്തർ ചാരിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി നടത്തുന്നു. അത് നടത്തിക്കഴിഞ്ഞ ശേഷം സംഘടനയ്ക്കകത്ത് പിന്നീട് കുറേ കുഴപ്പങ്ങളുണ്ടാവുന്നു. നമ്മൾ ഉദ്ദേശിച്ച വഴി അത് പോകാതെയാവുന്നു. അതിനെ കൊണ്ടുപോയി നക്സൽ മൂവ്മെൻറ്റുകളുടെ കൂടെ കെട്ടുകയും റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുമായിട്ട് യോജിപ്പിൻ്റെ വഴിയെ പോവുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ നമ്മളതിനകത്ത് ശക്തമായിട്ട് വിയോജിച്ചു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഞങ്ങൾ 17 കമ്മിറ്റിയായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിനകത്ത് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരമായി ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
എന്നാലും ഞങ്ങൾ എല്ലാവരും പരസ്പരം കൂടിയാലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ കൂടെയുണ്ട്. അങ്ങനെ ഫാമിലികൾ ഉൾപ്പെടെ 11 പേര് ആ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. രാജിവെച്ചപ്പോൾ എന്നെ രാജിവെക്കാൻ സമ്മതിച്ചില്ല. എന്നോട് പറഞ്ഞു, അടയാളത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ രാജിവെച്ചപ്പം ഞങ്ങളൊരു ബോംബ് അവിടെ നിലനിർത്തിക്കൊണ്ടാണ് രാജിവെച്ചത്. ആ ബോംബ് രാജൻ ജോസഫാണ്. അപ്പോൾ ഞങ്ങൾ 11 പേര് പോന്നു. ബാക്കി 6 പേരവിടെയുണ്ട്. ആ 6 പേരിൽ ഒരാൾ രാജനാണ്. അത് വെച്ചിട്ട് രാജന് ചില ദൗത്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് പുറത്തിരുന്ന് ചില പണികൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സമാന്തര സംഘടന ഉണ്ടാക്കുന്നു, കരുണ ഖത്തർ എന്ന പേര്. കരുണ ഖത്തർ എന്ന സംഘടന ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കാനൊക്കെ പലപ്പോഴും നിർദ്ദേശിച്ചപ്പോഴും ഞാൻ തയ്യാറായിട്ടില്ല. ഈ അടയാളത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ പ്രാസംഗികനായിട്ട് എന്നെ പ്രത്യേകം വിളിക്കുകയും സ്വാഗത പ്രസംഗം നടത്തിയിരുന്ന ഞാനാണെന്ന് തോന്നുന്നു. അടയാളത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ അതിനിടയിലിടാം. അങ്ങനെ കരുണ ഖത്തർ, കരുണ എന്ന പേരിടാൻ കാരണം പ്രൊഫസർ MN വിജയൻ മാഷിൻ്റെ വീടിൻ്റെ പേര് കരുണ എന്നായിരുന്നു. അതിന് ആഭിമുഖ്യത്തിൽ പരിപാടി നടത്തി. അന്ന് KS വിമൽ, അന്തരിച്ചു പോയ നാടക പ്രവർത്തകൻ കൂടിയായിരുന്ന SFIയുടെ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറിക്ക് ആവാൻ യോഗ്യരായിരുന്ന മിടുക്കനായ മാതൃകാപരമായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ശരിക്ക് പറയാൻ പറ്റുന്ന, ഇപ്പോൾ ഇവിടെയുള്ള വിവരമില്ലാത്തവന്മാർ ക്ലാസ് എടുക്കുമ്പോൾ വിമൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നും ആലോചിച്ച് പോകും. വിമലിൻ്റെ മരണശേഷം പുത്തലത്ത് ദിനേശൻ എഴുതിയിട്ടുള്ള കുറിപ്പ് മാത്രം മതി വിമലിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. പക്ഷേ SFI രംഗത്തു നിന്ന് തൊട്ട് തന്നെ ആ സഖാവിനെ ഒതുക്കുന്ന രീതിയൊക്കെയാണ് ഉണ്ടായത്. അങ്ങനെ വിമൽ വരുന്നു. വിമൽ പിന്നെ അകാലത്തിൽ അർബുദം ബാധിച്ച് മരിച്ചു. റിജു ഉൾപ്പെടെയുള്ളവർ പോണ്ടിശ്ശേരിയും കോയമ്പത്തൂരും ഒക്കെ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് മുൻകൈ എടുത്തു. പക്ഷെ ഒക്കെ വിഫലമായി. ഈ 2012 തന്നെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത്, ഈ സംഘടന രൂപീകരിക്കുന്നതിൻ്റെ സമയത്ത്, ഞാൻ ആദ്യമായി വടകരയിൽ ഒഞ്ചിയത്ത് പോകുന്നത് സഖാവ് റിജു ഉൾപ്പെടെയുള്ളവർ എന്നെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ റിജു റഫീഖെ വിളിച്ചു, മനോഹരനെ വിളിച്ചു, താരിഖിനെ വിളിച്ചു. അവരാരും പങ്കെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. TPയുടെ ഒരു പ്രതിമയുടെ അനാച്ഛാദനവും അതേപോലെ അനുസ്മരണ സമ്മേളനവും കൂടി അവിടെ നടത്തുന്ന, ആ പ്രതിമ അന്ന് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഒരു അനുസ്മരണ സമ്മേളനം വിപുലമായി അവിടെ നടത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടത്തിയപ്പം ഞാൻ അന്ന് നിലമ്പൂർ, തമിഴ്നാട് അതിർത്തിയിൽ ചുങ്കത്തറ, അതായത് അവിടെ നിന്ന് ഒരു പഞ്ചായത്തും കൂടി കഴിഞ്ഞാൽ തമിഴ്നാട് അതിർത്തിയായി. ചുങ്കത്തറയിൽ നിന്ന് ഞാൻ വെളുപ്പിനെ വണ്ടി കയറി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ റിജു എന്നെ പിക്ക് ചെയ്യാൻ വന്നു. എനിക്ക് പോയിട്ട് കുളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു. ഞാനവിടെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. എഴുത്തുകാരി സിത്താരെയൊക്കെ അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. സിത്തുമായിട്ട് എനിക്ക് അതിനേക്കാളും മുമ്പ് ഫേസ്ബുക്കിലൂടെ പരിചയമുണ്ടെങ്കിലും ഫോണിൽ കൂടി പരിചയമുണ്ടെങ്കിലും ആദ്യമായിട്ട് ഞങ്ങൾ നേരിട്ട് കാണുക. പിന്നീട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുമില്ല, പിന്നെയും ഫോണിൽ കൂടിയുള്ള പരിചയമുള്ളൂ. അപ്പോൾ സിത്തുവിൻ ഒക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് വളരെ വൈകാരികമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ദിവസമായിരുന്നു അത്. തിരിച്ചു വരുന്ന വഴിക്ക് ഞാനിവിടെ എത്തി എന്നുള്ള നിലയ്ക്ക് എന്നോട് പറഞ്ഞു, റഫീഖയും താരിഖും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വന്നതല്ലേ, കാണാതെ നമുക്ക് പോകണ്ട. നാസർ മാഷും ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ എന്നെ കാണാതെ നമുക്ക് പോകണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്നേ ഉള്ളൂ, നീ ഇവിടം വരെ ഞങ്ങളെ നാട് വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുമിച്ച് കണ്ടു. അവർ ഭക്ഷണമൊക്കെ കഴിച്ചു. അവർ തന്നെ ബില്ല് കൊടുത്തു. അവരെ നാട്ടിലെ ഗസ്റ്റല്ലേ. അങ്ങനെ തിരിച്ചു പോകുന്നതാണ്. ഓർമ്മകൾ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഇവരുടെ പോക്കുകളിൽ എനിക്ക് പ്രയാസം തോന്നിയിട്ടുണ്ട്. കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയായിട്ടൊക്കെ സഹകരിച്ചിരുന്നു ഞാൻ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. കാരണം ഫണ്ടില്ലാതെ നിൽക്കുന്ന ഒരു സംഘടനയാണ്. സർവൈവ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് അവരുടെ പ്രവർത്തകർ കേസുകളിൽ പെട്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാം മാനേജ് ചെയ്യണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് KK രമയുടെ വിജയമായിരുന്നു. ഇത്തവണ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. കൊള്ളാമെങ്കിൽ ജയിക്കട്ടെ, ഇല്ലെങ്കിൽ ജയിക്കാതിരിക്കട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ എന്നുള്ളതാണ്. ജയിച്ചാൽ അവർ ക്യാബിനറ്റിൽ UDF അധികാരത്തിൽ വന്ന് അവരെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അവരെയും ഉമാ തോമസിനെയും. പക്ഷെ അവർ ഈ ഷാഫിയുടെയൊക്കെ കെണിയിലേക്ക് RMB വിങ് വല്ലാതെ എത്തിപ്പെടുകയും ഷാഫിയുടെയും മാങ്കൂട്ടത്തിൻ്റെയും ഫാൻസായി പോവുകയും ചെയ്യുമ്പം അവരുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എവിടെ കിടക്കുന്നുവെന്നും ഇവരെന്താ ചെയ്തു കൂട്ടിയതിൻ്റെ അർത്ഥവും ആഴവും എത്രത്തോളം ഇവർക്ക് അറിയാം, അതിൻ്റെ വ്യാപ്തി എന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് സംശയമുണ്ട്. എന്നോട് വളരെ അടുപ്പമുണ്ടായിരുന്നു. സഹോദര തുല്യരായി കരുതിയിട്ടുള്ള ആളുകൾ വരെ ഓരോ കമൻ്റൊക്കെ ഇടാറുണ്ട്. ഞാൻ പിന്നെ ആദ്യമൊക്കെ മൈൻഡ് ചെയ്തു, പിന്നെ മൈൻഡ് ചെയ്യേണ്ടായി. കാരണം ഈ ബുദ്ധി എന്ന് പറയുന്നത് യൂസഫ് അലിയോട് പറയണം, ഇനി ലുലുവിൽ അതും കൂടി കുറച്ച് വെക്കാൻ എവിടെന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്. കാരണം ഇത് ലുലുന്ന് വാങ്ങി കിട്ടുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ 1/2 കിലോ ബുദ്ധി ഓരോരുത്തർക്കും ഞാൻ പാഴ്സൽ അയച്ചു കൊടുക്കുകയായിരുന്നു. വിവേചന ശേഷിയും ബുദ്ധിയും രാഷ്ട്രീയ പദ്ധതിയും. അതിന് മാർഗമില്ലാത്തതുകൊണ്ട് വേറെ ലക്ഷ്യമൊന്നുമില്ല. അവരെന്നെ പറയുന്നവർ പറഞ്ഞോട്ടെ. എന്തായിരുന്നാലും സഖാവ് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും
സ്വന്തം പാർട്ടിക്കാരെന്ന് അവകാശപ്പെടുന്നവരാൽ കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യനെന്ന രീതിയിൽ, അതും അത്രയും വികൃതമായ ഭീകരമായ ഒരു മനുഷ്യനെ വെട്ടങ്ങി കഴുത്തിന് വെട്ടി കൊന്നു കഴിഞ്ഞു വിട്ടു. ഓ, ഇത് അതിനിഷ്ഠൂരമായി. അന്ന് ആ അമ്മ ജീവിച്ചിരിക്കുന്ന ആ ടീച്ചറുടെയും മകൻ അന്ന് ചെറിയ ക്ലാസ്സിലാണ്. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് കേൾക്കണു. അവരുടെയൊക്കെ മുമ്പിലേക്ക് പ്രണയിച്ച് വിവാഹം കഴിച്ചാണ് രമചേച്ചി സംഘടനാ രംഗത്തുനിന്ന്. രമചേച്ചിയുടെ കുടുംബം അടിമുടി പാർട്ടി കുടുംബമായിരുന്നു. അവരുടെ അച്ഛൻ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. മറ്റൊരു സഹോദരി ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ മറ്റായിരുന്നു, CPM-ൻ്റെ പ്രതിനിധിയായിട്ട്. അപ്പോൾ ഇതൊക്കെ സഖാക്കൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. വോട്ടെണ്ണാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കാൻ മാത്രമാണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനിതൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി അധികാരം കിട്ടിയാലും അധികാരം കിട്ടിയില്ലെങ്കിലും, കാരണം ഇത് അധികാരമില്ലാത്ത കാലത്ത് നടന്നതാണ്. 2011 2004 അടക്കം അധികാരമില്ലാത്ത കാലത്താണ്. അധികാരം കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയിട്ട് അക്രമമെടുത്ത് എതിരാളികളെ വാളെടുത്ത് ആക്രമിക്കാൻ പോകുന്നതല്ല രാഷ്ട്രീയം. ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്നതാണ് രാഷ്ട്രീയം. അവിടെ സർഗാത്മകമായി ഭരണപക്ഷത്തിൻ്റെ തെറ്റുകൾ തിരുത്തുകയും മാതൃകാപരമായ സമരത്തിലേക്ക്, അല്ലാതെ ടയർ കത്തിക്കലും കല്ലെറിയലും നല്ല സമരം അത് ഏത് പാർട്ടി നടത്തിയാലും. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മയുണ്ടാവണം. ഞാൻ അധികം പറയുന്നില്ല. ചെറിയ സുഖമില്ലായികയൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പായതുകൊണ്ട് നേരത്തെ ഇറങ്ങിയതാണ്. ഇപ്പം സഹോദരിയുടെ ഫ്ലാറ്റ് വരെ ഒന്ന് വന്നതാണ്. തിരിച്ചു പോകണം. ഓക്കെ.